അന്ന് രാത്രി തന്നെയാണ് സംഗീത് ഫംഗ്ഷൻ നടക്കുന്നത്. അശ്വതിയുടെ പയ്യനും കുടുംബവും കൂടി ഈ ഫംഗ്ഷൻ എത്തിച്ചേർന്നിരുന്നു. രണ്ട് കല്യാണം ആയതിനാൽ ഒരു ഗ്രാൻഡ് പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. കല്യാണത്തിന് വരാൻ പറ്റാത്തവർ ഇന്നത്തെ സംഗീത ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ലക്ഷിൻ്റെ അച്ഛൻ്റെ ഫാമിലിയും കല്യാണം കൂടാൻ എത്തിയിരുന്നു. ലക്ഷിൻ്റെയും ശിവാനിയുടെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി മേഘയും അപ്പച്ചിയും കൂടി അവരുടെ കൂടെ എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നു. ലക്ഷി ശിവാനിയുടെ പിറകെ നടന്നു തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ നോക്കിയെങ്കിലും ശിവാനി കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ രണ്ടും ഒരു കുഞ്ഞു പിണക്കത്തിലാണുള്ളത്. ഐസ് ബ്ലൂ കളറിലുള്ള കോസ്റ്റ്യൂമാണ് ശിവാനിയും ലക്ഷ്യം അണിഞ്ഞത്. കല്യാണം ആയതുകൊണ്ട് ലക്ഷ്യം നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നു. 2 ദിവസം മുൻപേ നല്ല ഫേമസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരുന്നു. അതിനാൽ പെൺപിള്ളേരെല്ലാവരും കൂടി 5-6 കിലോ കുട്ടിയടിച്ചാണ് ഒരുങ്ങി നിന്നിട്ടുള്ളത്. ശിവാനിക്ക് ലൈറ്റ് മേക്കപ്പ് മതി എന്നത് ലക്ഷ്യൻ്റെ നിർബന്ധമായിരുന്നു. അതിനാൽ അതിനനുസരിച്ചുള്ള മേക്കപ്പാണ് ചെയ്തത്. സ്റ്റേജിൽ 2 കപ്പിൾസും സ്ഥാനം ഉറപ്പിച്ചിരുന്നു. അശ്വതിയുടെ ചെക്കൻ്റെ വീട്ടുകാരുടെ ഡാൻസും പാട്ടും ഒക്കെ ഒന്ന് ഒതുങ്ങിയതും നമ്മുടെ പിള്ളേർ രംഗത്തിറങ്ങി. ഏറെ പിടിച്ചു നിൽക്കുന്ന ശിവാനിയെ കുശുമ്പ് കയറ്റുക എന്ന ഉദ്ദേശത്തോടെ ലക്ഷ് സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യാൻ ഒരുങ്ങി. കൂടെ മുറപ്പെണ്ണുങ്ങളായ അവന്തികയും മിത്രയും അഞ്ജനയും ഉണ്ട്. ഗൗതമിൻ്റെയും അശ്വതിയുടെ ചെക്കൻ നിഖിലിൻ്റെയും അനുവാദത്തോടെ അശ്വതിയെയും മാളിനെയും ലക്ഷ് കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ മാളൊഴികെ ബാക്കിയുള്ളവർ അവൻ്റെ മുറപ്പെണ്ണുങ്ങളാണ്. അവർക്കെല്ലാവർക്കുള്ള ഏക മുറച്ചെറുക്കനായിരുന്നു ലക്ഷ്. 5 പേരെയും കൂട്ടി ഇവൻ ഇതെന്ത് തേങ്ങയായി കാണിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുവാണ് അർജുൻ. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ട് വേദിയിൽ മുഴങ്ങിയതും ലക്ഷിനൊപ്പം നിന്ന് 5 പേരും ചുവടുകൾ വെച്ചു. എന്നാൽ ശിവാനി വളരെയേറെ ആസ്വദിച്ചാണ് ഈ ഡാൻസ് കണ്ടു നിന്നത്. ഇടയ്ക്കിടെ ശിവാനിയിലേക്ക് നീളുന്ന ലക്ഷിൻ്റെ കണ്ണുകൾ കണ്ടതും അർജുൻ വിചാരിക്കുവാണ്, പാവം ഇതാണോ ഉദ്ദേശിച്ചത്. പക്ഷെ ഏറ്റില്ല. അട്ടർ ഫ്ലോപ്പ്. ശിവാനി എന്നാ സുമ്മാവാ. പാട്ട് അവസാനിക്കാറായതും അർജുൻ ചാടിക്കയറി കൂടെ അർജുൻ്റെയും അശ്വതിയുടെയും അമ്മ വീട്ടിലെ പെൺപിള്ളേരും. അവരെ ലക്ഷ്യം നേരെ കൈകൾ നീട്ടി ഡാൻസിലേക്ക് ജോയിൻ ചെയ്തതും ലക്ഷ്യം എല്ലാവർക്കും കൈകൾ കൂപ്പിക്കൊണ്ട് അവർക്കൊരു ചിരി നൽകി എസ്കേപ്പായി. അധികമായാൽ അമൃതവും വിഷം എന്നാണല്ലോ. ഇവർ 5 പേരും തനിക്ക് പെങ്ങന്മാരെ പോലെയാണെന്ന് ശിവാനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് നേരത്തെ മുപ്പത്തെ ഡാൻസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ അതോടെ തൻ്റെ കഥ കഴിയുമെന്ന് ലക്ഷ്മി നന്നായിട്ട് അറിയായിരുന്നു. അർജുന് അവരൊക്കെ തൻ്റെ കസിൻസ് ആയതുകൊണ്ട് അവരോടൊക്കെ ആടിപ്പാടുന്നത് ശ്രദ്ധിച്ച ലക്ഷ്മി ഗൗതമിൻ്റെ അടുത്തെത്തി. എന്നിട്ട് തൻ്റെ ഫോൺ ഗൗതമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീഡിയോ എടുത്തിട്ടേ ദീപക്ക് സെൻഡ് ചെയ്തേക്ക്. അവൻ എനിക്കിട്ട് പണിഞ്ഞതല്ലേ, നല്ല ക്ലാരിറ്റിയോട് കൂടി ആയിക്കോട്ടെ. ആ ടച്ചിങ്സേ പ്രത്യേകം വരണം കേട്ടോ. എന്നോട് അവൻ്റെ കളി. എനിക്കിത്തിരി പണിയുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി ശിവാനിയുടെ അരികിലേക്ക് നടന്നു. ശിവാനിക്ക് നേരെ തൻ്റെ വലതുകരം നീട്ടിക്കൊണ്ട് ലക്ഷ്യം ചോദിച്ചു, വിൽ യു ഡാൻസ് വിത്ത് മീ? അത് കേട്ടതും ശിവാനി മടിച്ചു നിന്നു. ചെല്ലുമോളെ അവനത് ശിവാനിയെ നിർബന്ധിച്ചു. ശിവാനി ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അമ്മ ഒന്ന് പറ, ഇവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നേ, ശ്രാവൺ പറഞ്ഞിരുന്നു. ലക്ഷ് പറയുന്നത് കേട്ടതും ശിവാനി നിഷേധിച്ചു. അതൊക്കെ കുറേ മുന്നെയാ, ഇപ്പം ഞാൻ ഡാൻസ് ചെയ്യാറേ ഇല്ല. ശിവാനി ഓരോ മുടന്ത ന്യായം പറഞ്ഞു തുടങ്ങി. എൻ്റെ ശിവാനി, ഇത് കോമ്പറ്റീഷനൊന്നുമല്ല, നീ ഇങ്ങോട്ട് വന്നേ, ജസ്റ്റ് എ കപ്പിൾ ഡാൻസ്. ഞാനില്ല കണ്ണേട്ടാ. എന്നാൽ നിന്നെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്തതും എല്ലാവരുടെയും നോട്ടം അവരിലേക്ക് നീണ്ടു, പ്രത്യേകിച്ച് മേഘയുടെ. അത് കണ്ടതും അവളുടെ മുഖം പെട്ടെന്ന് മാറി തുടങ്ങി. അവൾ ദേഷ്യം കടിച്ചമർത്തി അവിടെ നിന്ന് നടന്നു നീങ്ങി. എന്താ ഇത് കണ്ണേട്ടാ, താഴെ ഇറക്ക്, ഞാൻ കടിക്കും കേട്ടോ. ശിവാനി കുതറി മാറി. എൻ്റെ പൊന്നു ശിവാനി കൊച്ചല്ലേ, മുറിയിലെത്തിയിട്ട് നീ എന്നെ കടിക്കുകയോ മാന്തുകയോ തല്ലുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ ഇപ്പം എന്നെ നാണം കെടുത്തല്ലേ. ആ മേഘ അവിടെ നിന്ന് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. ആഹാ, അവൾ അവിടെ ഉണ്ടോ? എങ്കിലേ ഞാനും കൂടി പൊലിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് ശിവാനി അവൻ്റെ തോളിൽ കൈയിട്ട് മുറുക്കെ പിടിച്ചു. ശിവാനി, അർജുൻ നേരത്തെ പറഞ്ഞതൊന്നും സത്യമല്ല കേട്ടോ. എൻ്റെ സങ്കല്പത്തിലെ പെണ്ണിന് ഒരു രൂപമേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് ഇന്നെൻ്റെ ജീവൻ്റെ പാതിയായി. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നത്. ലക്ഷ് അവളുടെ കണ്ണിലേക്ക് നോക്കിയായിരുന്നു അത് പറഞ്ഞത്. എനിക്കറിയാം, അർജുൻ ചേട്ടൻ നേരത്തെ എന്നോട് എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ എനിക്കെൻ്റെ കണ്ണേട്ടനെ നന്നായിട്ടറിയാം. ആ സമയത്ത് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ കലിപ്പിട്ട് നിന്നതാ. അന്നേരത്തെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അർജുൻ, അവൻ നിന്നോട് പറഞ്ഞത് കള്ളാണെന്ന് പറഞ്ഞിരുന്നോ? ലക്ഷ്യ വിശ്വാസം വരാതെ ചോദിച്ചു. ആ, നേരത്തെ പറഞ്ഞിരുന്നു. എന്താ കണ്ണേട്ടാ? ശിവാനി ലക്ഷ്യൻ്റെ മുഖത്തെ വെപ്രാളം കണ്ട് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് ശിവാനിയെ സ്റ്റേജിലിറക്കി ഗൗതമിൻ്റെ അരികിൽ ചെന്നതും മിഷൻ സക്സസ് എന്നും പറഞ്ഞ് ഗൗതം തംസപ്പ് കാണിച്ചതും ലക്ഷ് മനസ്സിൽ വിചാരിക്കുവാണ്, ദീപ അവനെ ജീവനോടെ വെച്ച ഭാഗ്യമെന്ന്. സ്റ്റേജിലെ ലൈറ്റ് മുഴുവനും അണഞ്ഞു. പകരം ഡിം ലൈറ്റ് ഓണായി. മങ്ങിയ വെളിച്ചത്തിൽ വളരെ റൊമാൻറ്റിക്കായ ലക്ഷ്യം ശിവാനി നല്ല കിടിലൻ സ്ലോ വാൾസ് ഡാൻസ് ചെയ്ത് വേദിയെ ഒന്നടങ്കം കയ്യിലെടുത്തു. നൃത്തം ചെയ്യുമ്പോൾ ശിവാനിയും ലക്ഷ്യം ചുറ്റുള്ളതൊക്കെയും വിസ്മരിച്ചു പോയിരുന്നു.
അങ്ങനെ സംഗീത് ഫംഗ്ഷനും ഭംഗിയായി നടന്നു. പിറ്റേ ദിവസം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇരുകൂട്ടരുടെയും താലികെട്ടും കൂടി നടന്നു. ഉച്ചയ്ക്ക് വധുവരന്മാർക്കൊപ്പമാണ് ശിവാനിയും ലക്ഷ്യം ഭക്ഷണം കഴിക്കാനിരുന്നത്. ഗൗതമിൻ്റെ ഇലയിലെ പൊടിയാത്ത പപ്പടവും തൻ്റെ ഇലയിലെ പൊടിഞ്ഞ പപ്പടവും മാളും മാറി മാറി നോക്കി. എന്നിട്ട് ഗൗതമിനെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു, ആ പപ്പടം എനിക്ക് തരാവോ? എൻ്റെ പപ്പടം ദേ പൊടിഞ്ഞിരിക്കുവാന്ന്. ഇത് കേട്ടതും ഗൗതം അവളെ ഒന്ന് ഇരുത്തി നോക്കി. എന്നിട്ട് തൻ്റെ ഇലയിലെ പപ്പടം എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പൊടിച്ചിട്ട് തന്നെയല്ല കഴിക്കുന്നത്, അല്ലാതെ സ്വീറ്റ് പോലെ അണ്ണാക്കിലേക്ക് കുത്തി തിരുകുന്നതൊന്നുമല്ലല്ലോ. എൻ്റെ ദൈവമേ, ഒരു പപ്പടം ചോദിച്ചതിനാണോ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ പോയാൽ നമുക്കിതന്നെ ആയിരിക്കുമല്ലോ പണി. മാള് മുഖം കോട്ടിക്കൊണ്ട് അവൻ്റെ പപ്പടം തിരിച്ച് അവൻ്റെ ഇലയിലിട്ട് ഒറ്റ ഇടി കൊടുത്ത് പൊടിച്ചിട്ടുകൊണ്ട് പറഞ്ഞു, നിന്റെ കുട്ടിക്കളി ഇവിടെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു നടക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിക്കളിയോ? ഞാൻ എന്ത് കുട്ടിക്കളിയാണ് കളിച്ചത്? കൂടുതൽ ഡയലോഗ് അടിച്ചാലുണ്ടല്ലോ നമ്മുടെ പോസ്റ്റേജ് ഞാൻ തന്നെ കൊളാക്കും കേട്ടോ. മാളവൻ്റെ കൈ പിച്ചുകൊണ്ട് പറഞ്ഞു. ഡി ഒന്ന് പതുക്കെ പറ, അതേ നമ്മുടെ സംസാരം കേട്ട് അവർ ചിരിക്കുന്നുണ്ട്. അശ്വതിയെയും അവളുടെ ഭർത്താവ് നിഖിലിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗൗതം പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവരെ കണ്ടല്ലോ, അശ്വതിയച്ചോട് നിഖിലേട്ടന് എന്തൊരു സ്നേഹമാണ്, എന്തൊരു കെയറാണ്. ദേ പിന്നെ അങ്ങോട്ട് നോക്ക്, അച്ചുവേട്ടനെ നോക്ക്, ശിവാനി ഏട്ടത്തിയെ തലയിലും പറയിലും വെക്കാതെയാണ് നോക്കുന്നത്. കണ്ടില്ലേ അച്ചുവേട്ടൻ ഏട്ടത്തിക്ക് വാരി കൊടുക്കുന്നത്? നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? മാള് മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നെ എന്തിനു കൊള്ളാമെന്ന് ഞാൻ രാത്രി നിനക്ക് കാണിച്ചു തരുന്നുണ്ട്, അന്നേരം ഇത് തന്നെ പറയണം എന്ന് പറഞ്ഞ് അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളി. അതോടെ പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ദേ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് ഗൗതം പറഞ്ഞതും ആൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അന്നേരം അവൻ ഒരു ഉരുള അവളുടെ വായിലേക്ക് ഇട്ട് കൊടുത്തതും അവളുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ കരയണേ? ഗൗതം അവളുടെ നിറഞ്ഞ കണ്ണ് കാണാനാവാതെ എങ്ങോട്ടോ മിഴികളിൽ നിന്ന് ചോദിച്ചു. സന്തോഷം കൊണ്ടാ. ഇനി എനിക്ക് സ്വന്തമാണെന്ന് പറയാൻ ഒരാളായല്ലോ. ഇയാൾക്ക് സ്വന്തമാണെന്ന് പറയാൻ ഞാനുണ്ടല്ലോ. ഇത്രയും നാൾ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ വിഷമം പറഞ്ഞു ഒന്ന് കരയാനും എൻ്റെ സന്തോഷം പങ്കിടാനും എൻ്റെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ പറയാനും എനിക്കൊന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങാനും ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കരഞ്ഞു തീർത്തിട്ടുണ്ടെന്നോ. നിങ്ങളെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ മരിച്ചാലോ എന്നുവരെ തോന്നിയിരുന്നു. ഈ ഒരു നിമിഷം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. മാള് പറയുന്നത് കേട്ടതും ഗൗതമിൻ്റെ കണ്ണ് നിറഞ്ഞു. ഗൗതം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഇനി ഒരിക്കലും കരയിക്കില്ലെന്ന പോലെ. രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയില്ല. അവരുടെ പ്രവൃത്തികളെല്ലാം ശിവാനിയും ലക്ഷ്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്കറിയോ ശിവാനി, നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾ നമ്മൾ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയാണ്. അന്നേരം ലക്ഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു. പാവം ആളും അവളൊരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ജീവിതമാണിത്. ഗൗതം അവന് നേരത്തെ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതെനിക്ക് നന്നായിട്ടറിയാം. ആരാരും ഇല്ലാത്ത തനിക്ക് ചേരുന്ന പെണ്ണല്ല അവളെന്ന് തോന്നി ഓരോരോ കാരണങ്ങൾ പറഞ്ഞു അവൻ ഒഴിഞ്ഞു മാറിയതാ. നിനക്കറിയോ ശിവാനി, ഞാൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി അതാണ് ഗൗതം. മാളുവിൻ്റെ ഭാഗ്യമാണവൻ. അവനെ പുറമെ കാണിക്കായിട്ടാണ്, അവളോടുള്ള പ്രണയം ഉള്ളിൽ ഒഴുകി ഒലിക്കുവാണ്. ലക്ഷ് ചെറുചിരിയോടെ പറഞ്ഞു. അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കല്ല വേണ്ടത്. ശിവാനി ലക്ഷ്യമിട്ട് താങ്ങി. അതിൻ്റെ ഗതികേട് കൊണ്ടാണ്. ബെഡ്റൂമിലെത്തിയാൽ നീ കൂതറല്ലേ, ഇങ്ങനെ ആകുമ്പോൾ പിന്നെ എതിരൊന്നും പറയാതെ ചെയ്തോളൂ. ലക്ഷ് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. അങ്ങനെ അശ്വതി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിഖിലിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഒരുപാട് ദൂരം അതിനാൽ ഗൗതവുമാണോ 2 ദിവസം കഴിഞ്ഞാണ് പോകുന്നത് എന്ന് തീരുമാനിച്ചു. അതിനാൽ ഇരുവർക്കും മണിയറ ഒരുക്കിയത് തറവാട്ടിൽ തന്നെയായിരുന്നു. ശ്രാവണിൻ്റെ ലീവ് കഴിയാറായതിനാൽ പിറ്റേന്ന് രാവിലെ ലക്ഷ് അവനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ലക്ഷ് അവിടെ നിന്ന് പോയ തക്കം നോക്കി സരോജിനി മുത്തശ്ശി മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ തീരുമാനിച്ചു. അതുപോലെ ശ്രാവൺ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു, വീട്ടിൽ പോയിട്ട് നമുക്ക് ഊട്ടിയിലേക്ക് പോയാൽ മതിയെന്ന്. തനിക്ക് ചേട്ടന് ഒരു സാധനം ഏൽപ്പിക്കാനുണ്ട്, മരിക്കുന്നതിന് മുൻപ് ചേട്ടനെ ഏൽപ്പിക്കാൻ അച്ഛൻ പറഞ്ഞതാണ്. ചേച്ചി അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും നാൾ തരാഞ്ഞതെന്ന്. അങ്ങനെ ശിവാനിയുടെ വീട്ടിലെത്തിയ ലക്ഷ്യൻ്റെ കയ്യിൽ ശ്രാവൺ ഒരു പൊതി ഏൽപ്പിച്ചു. തിരിച്ചു വരാൻ നേരം തുറന്നു നോക്കാമെന്ന് കരുതി ലക്ഷ് അത് ബാക്ക് സീറ്റിൽ വെക്കുകയും ചെയ്തു. യാത്ര തുടർന്നു. ശ്രാവണിനെ അവൻ്റെ ബോർഡിംഗ് സ്കൂളിൽ ഇറക്കിയ ലക്ഷ് അന്നൊരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ തങ്ങി രാവിലെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. മുറിയിലെത്തിയപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. അന്നേരമാണ് അവൻ തൻ്റെ ഫോൺ സ്വിച്ച് ഓഫായ കാര്യം ശ്രദ്ധിക്കുന്നത്. ഫോൺ ചാർജിൽ വെച്ച ശേഷം ഫ്രഷായി വന്നു ശ്രാവൺ രാവിലെ ഏൽപ്പിച്ച കവർ കയ്യിലെടുത്ത് തുറന്നു നോക്കി. അതിലുണ്ടായിരുന്ന ആൽബവും മാലയും കുഞ്ഞുടുപ്പും ഒക്കെ ഒന്ന് കണ്ണോടിച്ച ശേഷം അവനൊന്നും വ്യക്തമാവാതെ അതിലുണ്ടായിരുന്ന ഒരു ലെറ്റർ കയ്യിലെടുത്ത് തുറന്നു നോക്കി. പ്രിയപ്പെട്ട ലക്ഷ്മോനി, മോനെന്ന് വിളിക്കണോ സാറെന്ന് വിളിക്കണോ എന്ന് സംശയമുണ്ടായിരുന്നു.
പക്ഷെ അവസാനം മോനെ എന്ന് വിളിക്കുവാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മോൻ എന്നെ സ്വന്തം അച്ഛനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്നതിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. എൻ്റെ മോളോട് മോൻ കാണിക്കുന്നത് കളങ്കമില്ലാത്ത സ്നേഹമാണെന്ന് ഈ അച്ഛന് തിരിച്ചറിയാൻ വെറും നിമിഷങ്ങൾ മതിയായിരുന്നു. എൻ്റെ കൈ പിടിച്ച് അവളെ എനിക്ക് തരുമെന്ന് ചോദിച്ചത് ഉള്ളിൽ തട്ടിയാണെന്ന് ഇപ്പോഴും തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു എഴുത്ത്. ഇന്ന് മോൻ്റെ അച്ഛനും അപ്പച്ചിയും ഇവിടെ വന്നിരുന്നു. ഒരച്ഛൻ്റെ മുൻപിൽ വെച്ച് സ്വന്തം മകളെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത പലതും അവരെന്നോട് പറഞ്ഞു. എൻ്റെ മകളെ വളരെ മോശമായിട്ടാണ് അവരിവിടെ വന്ന് ചിത്രീകരിച്ചത്. അതിന് പിന്നിലെ സത്യങ്ങളൊന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രമേ എനിക്കറിയാവൂ, എൻ്റെ മോള് പാവ. അവൾ മോൻ്റെ കൂടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ഗതികേട് കൊണ്ടായിരിക്കാം. ഞാനോ എൻ്റെ മക്കളോ ഇതുവരെ അന്തസ്സ് പണയം വെച്ച് ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയില്ല. മോൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവളെപ്പോലൊരു ദരിദ്രവാസി പെണ്ണിനെ എൻ്റെ മോന് വേണ്ടെന്ന്. ഒരുപക്ഷെ അത് മോൻ്റെ അച്ഛൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. പക്ഷേ അതെൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ സ്വാർത്ഥത കൊണ്ടാവാം എൻ്റെ മോൾക്ക് ദരിദ്രവാസി എന്നൊരു പേര് കേൾക്കേണ്ടി വന്നത്. ഞാനൊരു ദരിദ്രവാസി ആയിരിക്കാം, പക്ഷെ എൻ്റെ മോള് അവൾ ദരിദ്രവാസി അല്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. സമ്പന്നതയുടെ നടുവിൽ വളരേണ്ട അവളെ ഞാനും എൻ്റെ ഭാര്യയും മനഃപൂർവ്വം ഈ ദാരിദ്ര്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കോഴിക്കോടായിരുന്നു താമസം. അന്ന് ഞാൻ ബാങ്കിൽ കാഷ്യറായി ജോലി ചെയ്യുന്നു. രാത്രി സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരാൻ നേരം റോഡരികിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ആ പെട്ടിയിൽ നിന്നാണ് എനിക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നത്. അന്നേരം ആ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ ആൾതാമസമില്ലായിരുന്നു. ആരോ ഉപേക്ഷിച്ച് പോയതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ കുട്ടിയെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രാഥമിക ചികിത്സ നൽകി. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ ഞാനൊരു നിമിഷം എല്ലാം മറന്നു പോയിരുന്നു. കുഞ്ഞുങ്ങളില്ലാതെ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്തകൾ ഓടി വന്നു. ഞാൻ എൻ്റെ കുഞ്ഞെന്ന രീതിയിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ചു. പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമായി. കാരണം 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആ കുഞ്ഞിന് അമ്മയായി. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ന്യൂസ് പേപ്പർ അരിച്ച് പെറുക്കി സമീപ പ്രദേശങ്ങളിലും പോലീസ് സ്റ്റേഷനിലും അന്വേഷിച്ചു. അന്ന് എവിടെയും ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ആരും ഈ കുട്ടിയെ അന്വേഷിച്ച് വന്നതുമില്ല. ഞങ്ങളായിട്ട് അങ്ങോട്ട് അന്വേഷിച്ചതുമില്ല. ഏതോ ഒരു അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നുണ്ടാവും എന്നത് ഞങ്ങൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഞങ്ങൾ അത് അന്ന് രാത്രി തന്നെ എൻ്റെ ഒരു സുഹൃത്ത് മുഖേന അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. മറ്റൊരു നാട്ടിൽ അവൾ ഞങ്ങളുടെ മകളായി വളർന്നു. കുട്ടികളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം അറിഞ്ഞു തന്ന പൊന്നു മോളാണ് അവൾ എന്ന് കരുതി. ശിവാനി എന്ന് ഞങ്ങൾ അവൾക്ക് പേരിട്ടു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥം വെച്ച് തുടങ്ങി. അവിടെ നിന്ന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രാവൺ ജനിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങളന്ന് ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം പ്രസവത്തോടെ എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയത്. പിന്നീട് അങ്ങോട്ട് ശിവാനി അവളുടെ കുഞ്ഞനുജന് അമ്മയായി മാറി. 2 മക്കളുമായി ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിലാണ് എനിക്ക് അസുഖം വരുന്നത്. കുറച്ചുകൂടി നല്ല ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു പിന്നീട് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ കുട്ടി സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. സ്വന്തം ചോരല്ലെങ്കിലും അവളിന്ന് എൻ്റെ പൊന്നുമോൾ തന്നെയാണ്. എൻ്റെ ചോരയിൽ ജനിച്ച മകളേക്കാൾ എനിക്ക് പ്രിയം എൻ്റെ പൊന്നുവിനെയാണ്. അവൾ കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇതൊക്കെ ഞാൻ മോനോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അന്ന് പോലീസിനോട് കുട്ടി കളഞ്ഞു കിട്ടിയ കാര്യം പറഞ്ഞിരുന്നേ അവൾക്ക് അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും കിട്ടിയനെ. അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവരെ കണ്ടെത്താൻ ശ്രമിച്ചില്ല. അവൾ ഏതൊരു വലിയ വീട്ടിലെ കുട്ടിയായിരിക്കാം. എൻ്റെ കുട്ടി ഇല്ലായ്മയുടെ പേരിൽ ആരുടെ മുന്നിലും അപമാനപ്പെടാൻ പാടില്ല. ഈ ദരിദ്രവാസിയുടെ മകളാണെന്ന കാരണത്താൽ മോൻ എൻ്റെ മോളെ വേണ്ടെന്ന് വെക്കരുത്. മോന് പറ്റുവാണെങ്കിൽ അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തി അവരുടെ കൈകളിൽ അവളെ ഏൽപ്പിക്കണം. എല്ലാം അറിയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കുട്ടി അവളുടെ ഈ അച്ഛനെ വെറുക്കുമായിരിക്കും. സാരമില്ല, അവൾ എന്നും സന്തോഷത്തോടെ ജീവിക്കണം. അവളുടെ അച്ഛൻ മാപ്പ് ചോദിച്ചു എന്ന് പറയണം. എന്ത് വന്നാലും അവളുടെ അനിയനെ അവൾ കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു വിശ്വാസം മതി എനിക്ക് സമാധാനത്തോടെ കണ്ണടക്കാൻ. അത്രയായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് വായിച്ചതും ലക്ഷ്മി ദീർഘമായി വിശ്വസിച്ചു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ലക്ഷ്യ ചിന്തിച്ചു പോയി. എന്നിട്ട് ആൽബം മറിച്ചു നോക്കാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ടവൾ ഓരോ വർഷം പിന്നിലോട്ട് പോയപ്പോഴും എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി ലക്ഷ്യ പിന്നിൽ നിന്ന് മറിച്ചു നോക്കി തുടങ്ങി. അവൾ ഇപ്പോഴുള്ളതും കൗമാരത്തിലെയും ഒക്കെ ഫോട്ടോസിലേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പിന്നീട് സ്കൂൾ കാലഘട്ടത്തിലെ ഓരോ ഫോട്ടോ നോക്കിയതും അവൻ്റെ മുഖത്തൊരു ചിരി മിന്നി മാഞ്ഞു. അവസാനം 2-3 വയസ്സുള്ള ഫോട്ടോയിലേക്ക് എത്തിയതും ആ ആൽബത്തിലെ ആദ്യ ഫോട്ടോ നോക്കിയതും ലക്ഷ്മിയുടെ ശ്വാസം ഇപ്പോൾ നിലച്ചു പോകുമെന്ന് തോന്നി. തൻ്റെ ഫോൺ എടുത്ത് അതിലെ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെയും ആൽബത്തിലെ 2 വയസ്സുകാരുടെയും ഫോട്ടോ ഒന്ന് തന്നെയാണെന്ന് അവൻ ഉറപ്പുവരുത്തി. ശേഷം എഴുത്തിൽ പറഞ്ഞിട്ടുള്ള സ്വർണ്ണമാല കയ്യിലെടുത്തു. അതിലെ ലോക്കറ്റ് തുറന്നു നോക്കിയതും അവളുടെ യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കണ്ടതും
ഈ ഒരു നിമിഷം ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടുമുറ്റത്ത് 8 വയസ്സുകാരനായ തൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ കുഞ്ഞനുജത്തിയെ തൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടത് ലക്ഷ്യൻ്റെ ഓർമ്മയിൽ വന്നു നിറഞ്ഞു. തങ്ങൾ കളിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരുന്നതും അയാൾ വെള്ളം ചോദിക്കുന്നതും അനിയത്തിയെ പുറത്തു നിർത്തി അവൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ കുട്ടിയെ കാണാതായതും അതിനുശേഷം തൻ്റെ അച്ഛനോട് തന്നോട് തോന്നിയ ദേഷ്യവും അത്രയും നാൾ വരെ തന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിരുന്ന അച്ഛൻ പിന്നീട് സ്നേഹത്തിൽ പിശുക്ക് കാട്ടി തുടങ്ങി. എല്ലാത്തിലും നിബന്ധനകൾ വെച്ചു തുടങ്ങി. അതോടെ അച്ഛനും താനും തമ്മിലുള്ള അകലം കൂടി തുടങ്ങി. സ്വന്തം മകളെ കാണാതായ അവരെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ഇല്ലായിരുന്നു. അവസാനം അവരെ എല്ലാം മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ഇപ്പോൾ ലോക്കറ്റിൽ കണ്ട ഫോട്ടോ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആണെന്ന് അറിഞ്ഞതും ലക്ഷ്യ തളർച്ചയോടെ ബെഡിലേക്ക് വീണു പോയിരുന്നു. ശിവാനി അവളിപ്പോൾ തൻ്റെ ലക്ഷ്യം ചിന്തിക്കാൻ പോലും പറ്റിയില്ല. എന്തിനാ ദൈവമേ ഇത്രയും വൈകി തനിക്ക് സത്യങ്ങൾ അറിയിച്ചു തന്നത്? സ്വന്തം അനിയത്തിയാണോ താൻ താലി കെട്ടിയത്? അവളെയാണോ താൻ എല്ലാ അർത്ഥത്തിലും? ഇതറിഞ്ഞു വെച്ച് താൻ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും? അവളെ തനിക്ക് ഇനി പഴയ പോലെ സ്നേഹിക്കാൻ പറ്റുമോ? എന്തർത്ഥത്തിലാണ് താൻ ഇനി അവളോടൊപ്പം ജീവിക്കുന്നത്? ലക്ഷ്യം ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് ലക്ഷ്യം അന്നേരം ആഗ്രഹിച്ചു പോയി. അവൻ സ്വയം മുടിയിൽ കൊരുത്തു വലിച്ച് ഭ്രാന്തനെ പോലെ അലറി. ഇന്നത്തോടെ തൻ്റെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നേൽ എന്നവൻ മനമൊരുകി പ്രാർത്ഥിച്ചു. ജീവിതം സ്വയം അവസാനിപ്പിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. ശിവാനിയോ അച്ഛനോ അമ്മയോ ആരും ഒന്നും അറിയരുത്. അവൾ അവരുടെ കൂടെ ജീവിച്ചോളും. അവളെ വിഷമിപ്പിക്കാൻ തനിക്ക് പറ്റില്ല. ഇങ്ങനെ പോയ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവളെ തനിക്ക് വിഷമിപ്പിക്കേണ്ടി വരും. അതിനേക്കാൾ ഭേദം മരണമാണ്. അതിനു മുന്നേ അവളെ ഒന്ന് കാണണമെന്നവന് തോന്നി. ശിവാനി എന്ന് വിളിച്ചിട്ടേ ഇല്ലായിരുന്നു. അവൾ തൻ്റെ വിളിയും കാത്ത് നിൽക്കുന്നുണ്ടാവും എന്നറിയാമായിട്ടും ലക്ഷ്യം മനഃപൂർവ്വം അതൊന്ന് വേണ്ടെന്ന് വെച്ചു. ഓരോന്നും മനസ്സിലുറപ്പിച്ചു ലക്ഷ്യം എങ്ങനെയൊക്കെ നിദ്രയെ പുൽക്കി. രാവിലെ നിർത്താതെ അടിക്കുന്ന തൻ്റെ ഫോണിലെ റിങ് കേട്ടാണ് ലക്ഷ്യം ഉറക്കത്തിൽ നിന്നുണരുന്നത്. എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും കോൾ കട്ടായിരുന്നു. ഗൗതമിൻ്റെ ഒരുപാട് മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ ഇങ്ങനെ വിളിക്കില്ല എന്ന് ലക്ഷ്യം അറിയായിരുന്നു. ലക്ഷ്യം തല പൊട്ടിപ്പൊളിയും പോലെ തോന്നി. എങ്കിലും കാര്യം അറിയാൻ ഗൗതമിനെ തിരിച്ചു വിളിച്ചു. ഹലോ. ലക്ഷ്യം തെളിച്ചമില്ലാതെ പറഞ്ഞു. ഹലോ, നീ ജീവിച്ചിരിപ്പുണ്ടോ? സമാധാനം. അല്ല, നീ എവിടെയാണ് ഉള്ളത്? ഞാനിവിടെ ഊട്ടി തന്നെയാണ്. എന്നാൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നതാവും നല്ലത്. ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് നിനക്കൊന്നും അറിയണ്ടല്ലോ അല്ലേ? ഗൗതമിൻ്റെ വാക്കുകളിൽ നീരസം കലർന്നിരുന്നു. നീ തെളിച്ച് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക ആണോ? എന്നാൽ ഇത് കേൾക്കുമ്പോൾ മുഴുവൻ ഭ്രാന്തായിക്കോളും. നിന്റെ ഭാര്യ ഇന്നലെ ഇവിടെ എല്ലാവരും കൂടി നിർത്തി പൊരിച്ചു. എന്തിനാണെന്നറിയോ? ഇല്ലാത്ത ഗർഭമുണ്ടെന്ന് പറഞ്ഞതിന്. ആ സരോജിനി മുത്തശ്ശിയുണ്ടല്ലോ, എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ശിവാനി ഗർഭിണിയല്ലെന്നും നിങ്ങൾ കള്ളം പറഞ്ഞതാണെന്നും നിങ്ങൾ സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നുവെന്നും. ഇതോടെ എല്ലാവരും ശിവാനിയുടെ നേരെ തിരിഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൾ അന്നേരം അത് നിഷേധിച്ചില്ല. നിനക്കറിയാലോ കള്ളം പറഞ്ഞാൽ മുത്തശ്ശി പൊറുക്കില്ലെന്ന്. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ആ പാവം ഒരക്ഷരമില്ലാതെ എല്ലാം കേട്ടു നിന്നു. എന്നിട്ടും നിന്നെ വാക്കുകൊണ്ട് പോലും അവൾ കുറ്റപ്പെടുത്തിയില്ല. നിനക്കറിയോ, ഇതുവരെ ആയിട്ടും അവൾ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. മാള് കുറേ നിർബന്ധിച്ചെങ്കിലും കഴിക്കാൻ കൂട്ടാക്കില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരൊറ്റ കരച്ചിലാണ്. ഇപ്പം എന്തൊക്കെയോ പറഞ്ഞാൽ മാള് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. വെള്ളം മാത്രം കുടിച്ചൊന്നല്ലാതെ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ ഒന്ന് സംസാരിച്ച് ഞാൻ ഫോൺ കൊടുക്കാം. ഗൗതം പറയുന്നത് കേട്ടതും കുറ്റബോധം കാരണം ലക്ഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു. ഗൗതം വേണ്ട, ഇപ്പം എൻ്റെ ശബ്ദം കേട്ടാൽ അവൾ കൂടുതൽ കരയുകയുള്ളൂ. അത് വേണ്ട, ഞാൻ പെട്ടെന്ന് വരാം. അച്ഛനും അമ്മയും അവരെന്ത് പറഞ്ഞു? അവരെല്ലാം കേട്ടു നിന്ന് എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. രണ്ടുപേർക്കും നല്ല വിഷമായി. ആൻറ്റി മുറിയിൽ പോയി ശിവാനിയെ സമാധാനിപ്പിക്കുന്നത് കണ്ടിരുന്നു. പിന്നെ ഒന്നും എനിക്കറിയില്ല. ഗൗതം പറയുന്നത് കേട്ടതും ലക്ഷ്യം അമർത്തി മൂളി ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളതെന്ന് കരുതി ഹൃദയം നുറങ്ങുന്ന വേദനയുമായി ലക്ഷ്യ നാട്ടിലേക്ക് തിരിച്ചു. മുറിവേറ്റ ഹൃദയവുമായാണ് ലക്ഷ്യ തറവാട്ടിൽ തിരിച്ചെത്തിയത്. പൂമുഖത്ത് തന്നെ വല്യമാവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളവനെ കണ്ടതും കടുപ്പിച്ച് നോക്കി. അതൊന്നും വകവെക്കാതെ ലക്ഷ്യ ഗോവണി കയറി മുകളിലെ നിലയിലെത്തിയതും ലക്ഷ്യൻ്റെ കാല് വിരക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെ മുറിയിലെത്തിയതും ബെഡിൽ കിടന്നുറങ്ങുന്നവളെയാണ് കാണുന്നത്. അവളുടെ മുഖത്ത് ക്ഷീണവും തളർച്ചയും ദുഃഖവും വിളിച്ചോതുന്നുണ്ടായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് മുഖമൊക്കെ വീർത്തിരിക്കുന്നു. അത് കണ്ടതും അവന് കുറ്റബോധം തോന്നി. അവളുടെ അരികിലിരുന്ന് മുടിയിലൊന്ന് തലോടിയതും ശിവാനി മെല്ലെ കണ്ണു തുറന്നു. അവനെ കണ്ടത് അവളുടെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ ഇറുകെ പുണർന്നു. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെന്ന പോലെ അവൻ്റെ കൈ ഉയർന്നതും എന്തോ ഓർമ്മ വന്ന പോലെ ലക്ഷ്യ ആ കൈകൾ മനഃപൂർവ്വം താഴ്ത്തി വെച്ചു. ശിവാനിയെ തന്നെ നിന്ന് അടർത്തി മാറ്റാൻ ലക്ഷ്യ പാടുപെടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. ഇത്രയും നേരമായിട്ട് ഒരക്ഷരമില്ലാതെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് ശിവാനി വേദനയോടെ നോക്കിയതും അവളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു.
വിഷമിക്കണ്ട, നീ ഇവിടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം എന്ന് മാത്രം പറഞ്ഞ് പുറത്തിറങ്ങാൻ പോയ ലക്ഷ്യൻ്റെ കയ്യിൽ ശിവാനിയുടെ പിടി വീണു. കണ്ണേട്ട, എന്താ നിങ്ങൾക്ക് പറ്റിയത്? വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, നീ റെഡിയാവും, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അത് മാത്രം പറഞ്ഞ് ലക്ഷ് താഴേക്ക് നടന്നു. എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടാണ് മുത്തശ്ശി അടക്കം എല്ലാവരും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. ചിന്നിച്ചിതറി കിടക്കുന്ന ഗ്ലാസും ലക്ഷ്മിയെയും കണ്ട് മുത്തശ്ശി ഇത്തിരി കനപ്പിച്ച് ചോദിച്ചു, എന്താ അച്ചു ഇത്? തോന്നിവാസം കാണിക്കാൻ ഇത് നിന്റെ വീടല്ല. ഇവിടെ ജീവിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്, അതറിയില്ലേ എന്നുണ്ടോ? മുത്തശ്ശി ക്ഷമിക്കണം, ഈ ഒരു ഗ്ലാസിൻ്റെ കാശ് വേണേ ഞാൻ തന്നേക്കാം. എനിക്ക് എല്ലാവരോടും ചിലത് പറയാനുണ്ടായിരുന്നു. ഓരോരുത്തരെ വിളിച്ച് വരുത്താനൊന്നും എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടില്ലേ? അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഭാര്യയും ഭർത്താവും കൂടി എല്ലാവരെയും വെട്ടികളാക്കിയിട്ട് ഇനി എന്തോന്ന് പറയാനാണുള്ളത്? സരോജിനി എരുതിയിൽ എണ്ണ ഒഴിച്ച് ആളി കത്തിക്കാൻ നോക്കി. നിങ്ങളോടിപ്പോൾ ആരെങ്കിലും സംസാരിച്ചോ? ഇല്ലല്ലോ. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി വല്ലതും പറഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. ഇവിടെ തമാശ കളിച്ച് നടക്കുന്ന ലക്ഷ്മിയെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂ. അതിനപ്പുറം നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു മുഖമുണ്ട് എനിക്ക്. എനിക്കറിയാം നിങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ വലിച്ചിട്ടതെന്ന്. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും ഒഴിവാക്കി മുത്തശ്ശിയുടെ കൂടെ കൂടി സ്നേഹം അഭിനയിച്ച് എല്ലാം അടിച്ചു മാറ്റാനാണ് നിങ്ങളുടെ പ്ലാൻ ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മുത്തശ്ശി, ശരിക്കും നിങ്ങളുടെ അനിയത്തി തന്നെയാണോ? ഇവരുള്ളിലെ നിറയെ വിഷാണ്. ശിവാനിയെ കുറ്റപ്പെടുത്താൻ അവൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഞാനാണ് കള്ളം പറഞ്ഞത്. അന്നേരം വായിൽ വന്നതേ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെനിക്ക് വലിയ തെറ്റായി തോന്നുന്നില്ല. ആ ഒരു കള്ളം വൈകാതെ സത്യമാവും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും എൻ്റെ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാമെന്ന് കരുതിയിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കൂടി അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ അന്നേരത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തിരുത്താൻ തോന്നിയില്ല. അതെൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് ലക്ഷ് അവർക്ക് നേരെ കൈകൾ കൂപ്പി. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇവിടുത്തുകാർ ശിവാനിയെ കരയിപ്പിച്ച് വിടുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം, ഞാൻ തടയില്ല. ഞങ്ങൾ പോവാണ്. പോകുന്നതിന് മുൻപേ മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ അനിയത്തിയെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഇല്ലെങ്കിലേ മുത്തശ്ശിയെ കൊല്ലാൻ വരെ ഇവർ മടിക്കില്ല. വിശ്വാസം വരുന്നില്ലെങ്കിലേ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയെന്ന് പറഞ്ഞു ലക്ഷ് അവൻ്റെ ഫോണിലെ മോഷണ വീഡിയോ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തതും സരസ്വതി മുത്തശ്ശി അനിയത്തി സരോജിനിയുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. അപ്പോഴേക്കും ശിവാനി ബാഗൊക്കെ എടുത്ത് ഇറങ്ങി വന്നു. എല്ലാവർക്കും മങ്ങിയ ചിരി സമ്മാനിച്ച് ശിവാനി പുറത്തിറങ്ങി. പിന്നാലെ ഇറങ്ങാൻ നിന്ന ലക്ഷ്മിയെ വിളിച്ച് മഹാദേവൻ പറഞ്ഞു, മോനെ നിൽക്ക്, ഞങ്ങൾ കൂടി വരുന്നുണ്ട്. ഇന്നലെ ശിവാനി മോളെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോൾ ഞങ്ങളെല്ലാം കേട്ടു നിന്നത് അവളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് അന്നേരത്തെ വിഷമം കൊണ്ടാണ്. എന്ന് വെച്ച് ഇനിയും എൻ്റെ മക്കൾ ചെയ്ത ചെറിയ തെറ്റിൻ്റെ പേരിൽ അവരെ ഇനിയും ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിൻ്റെ കൂടെ മഹാദേവനും വനജയും കൂടെ ഇറങ്ങി. യാത്രക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. പിൻസീറ്റിൽ വനജയുടെ തോളിൽ തലചായ്ച്ചിറങ്ങുന്ന ശിവാനിയെ ലക്ഷ് ശ്രദ്ധിക്കാതിരുന്നില്ല. പ്രതീക്ഷിക്കാതെ ലക്ഷ്മിൻ്റെ വണ്ടി നന്ദനത്തിൻ്റെ ഗേറ്റ് കടന്നതും മഹാദേവൻ ലക്ഷ്മിനെ ഒന്ന് നോക്കി. അച്ഛാ, ശിവാനി കുറച്ചുനാൾ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ലക്ഷ്യ പറഞ്ഞത് കേട്ടതും മഹാദേവൻ്റെയും വനജയുടെയും മുഖം വിടർന്നു. സന്തോഷമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇരുവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശിവാനിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോഴൊക്കെയും അവൻ്റെ ഹൃദയം വേദനിക്കുന്നത് അവരാരും അറിഞ്ഞില്ല. ശിവാനിയെ തൻ്റെ മുറിയിലാക്കിയ ലക്ഷ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നു. തന്നെ അവൻ മനഃപൂർവ്വം അവഗണിക്കുന്നത് ശിവാനി അന്നേരം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞ് തനിക്ക് അർജൻറ്റായി വിദേശത്തൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞു ശിവാനി ഒന്ന് ആശ്വസിപ്പിക്കാതെ അവളെ ഒന്ന് ഇറുകെ പുണരാതെ നെറ്റിയിൽ ഒരു സ്നേഹചുംബനം പോലും നൽകാതെ അവൻ പോയപ്പോൾ ശിവാനി ശരിക്കും തളർന്നു പോയിരുന്നു. പക്ഷെ അവനോട് അന്നേരം അവൾ ഒന്നും ചോദിച്ചിരുന്നില്ല. അവൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണം അറിയാതെ അവളുടെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. കള്ളം പറഞ്ഞു ശിവാനിയെ മനഃപൂർവ്വം അവിടെ ആക്കി പോന്നതായിരുന്നു അവൻ. തൻ്റെ കൂടെ വന്ന അവൾക്ക് തൻ്റെ പ്രവൃത്തി കണ്ട് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴും യാഥാർത്ഥ്യവുമായി തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. പക്ഷേ സത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനും അവനാവുമായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങൾ അച്ഛനും അമ്മയും അവളെ സ്നേഹം കൊണ്ട് പൊതിയുമ്പോഴും ലക്ഷ്യൻ്റെ വിളിക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. ഇവിടുന്ന് പോയിട്ട് ഒരിക്കൽ പോലും അവൻ തന്നെ വിളിച്ചില്ല എന്നത് അവളെ മാനസികമായി തളർത്തി. അവൾ ഏതു നേരവും ഫോണും പിടിച്ച് അവൻ്റെ വിളിയും കാത്തിരിക്കും. പക്ഷെ നിരാശയായിരുന്നു ഫലം. അങ്ങോട്ട് വിളിച്ചാൽ സ്വിച്ച് ഓഫ് എന്ന് മറുപടി പറയും. അച്ഛനും അമ്മയ്ക്കും അവളുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി. തൻ്റെ മകൻ ഇതെന്ത് പറ്റിയെന്ന് അവർ ചിന്തിക്കാതിരുന്നില്ല. അവർ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി കിട്ടിയത്. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ചെന്നിട്ട് ആഴ്ചകളായി എന്നായിരുന്നു മറുപടി കിട്ടിയത്. ശിവാനി ലക്ഷ്യൻ്റെ ഓർമ്മകളുമായി അവൻ്റെ വരവും കാത്ത് അവിടെ താമസം തുടർന്നു.